ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫിസാസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സ് വീഡിയോയുമായിട്ടാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വീട്ടിൽ പല്ലി, പാറ്റ, ഈച്ചയുടെ ഒക്കെ ശല്യമുണ്ടെങ്കിൽ അവയെ എളുപ്പമാർഗത്തിൽ എങ്ങനെ തുരത്താം എന്നുള്ളതാണ്. ഈച്ചയും പല്ലിയും പാറ്റയും ഇല്ലാത്ത വീടുകൾ ഉണ്ടാവില്ല. ഇതിനെ ഓടിക്കാനായിട്ട് നാഫ്തലിൻ്റെ ഗുളികയും ഇറ്റ്സും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അവയൊക്കെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കും. ഞാൻ വീട്ടിൽ ഉപയോഗിച്ച് വിജയിച്ചിട്ടുള്ള കുറച്ച് ടിപ്പുകളാണ് ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. തീർച്ചയായും നിങ്ങൾക്കെല്ലാവർക്കും ഇതൊക്കെ ഉപകാരപ്രദമാവും. അപ്പോൾ ഒട്ടും സമയം കളയണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പാറ്റയുടെയും പല്ലിയുടെയും ശല്യം സാധാരണയായി കാണുന്ന സ്ഥലങ്ങളാണ് അലമാരയുടെ ഉള്ളിൽ. ഇതിലാണല്ലോ നമ്മൾ ഡോക്യുമെൻസും പേപ്പറും ഒക്കെ സൂക്ഷിക്കുന്നത്. കുറച്ചുനാൾ നമ്മൾ ഇതൊക്കെ തുറക്കാതിരിക്കുകയാണെങ്കിൽ പാറ്റയൊക്കെ കയറിയിട്ട് പെരുകിയിട്ട് പേപ്പറുകളൊക്കെ കരണ്ട് നശിപ്പിച്ച് കളയാറുണ്ട്. ഇതൊഴിവാക്കാനായിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഡെറ്റോൾ എടുക്കാം. ഇനി നമുക്ക് ഒരു കോട്ടൻ്റെ തുണിയോ ബ്രഷോ ഉപയോഗിച്ച് ഡെറ്റോൾ ഇതുപോലെ തേച്ചു പിടിപ്പിക്കാം. ഇനി ഇത് ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഡോക്യുമെൻസും പേപ്പറും ഒക്കെ വെക്കാൻ പറ്റുകയുള്ളൂ. ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ പാറ്റയുടെയും പല്ലിയുടെയും അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രാണികളുടെയും ഒക്കെ ശല്യം നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പിലേക്ക് പോകാം. അടുത്ത ടിപ്പ്, പല്ലി, പാറ്റ ഇവയൊക്കെ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു സ്ഥലമാണ് ഡ്രസ്സൊക്കെ സൂക്ഷിക്കുന്ന അലമാരക്കുള്ളില്. ഇവിടെ സാധാരണയായിട്ട് നമ്മൾ നാഫ്തലിൻ ഗുളികകളൊക്കെയാണ് ഇടാറ്. അതിൻ്റെ ആ ഒരു സ്മെല്ല് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയില്ല. ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് ബേ ലീഫ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ പാറ്റ, പല്ലി ശല്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. ഷെൽഫിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷൻ ഇനാബിൾ ആക്കാൻ മറക്കല്ലേ. അപ്പോൾ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഗ്രാമ്പുവും കുരുമുളകുമാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഈ ഒരു ഇടികല്ലിലിട്ട് ഒന്ന് ഇടിച്ചെടുക്കാം. ഇനി നമുക്കിതിനായിട്ട് വേണ്ടത് ഇതുപോലെ ഒരു തുണിയാണ്. ഈ ഒരു ഗ്രാമ്പുവും കുരുമുളകും പൊടിച്ചത് ഞാൻ ഈ ഒരു തുണിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് സവാളയുടെ തൊലിയും വെളുത്തുള്ളിയുടെ തൊലിയുമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു തുണി ഇതുപോലെയാക്കി കിച്ചണിലുള്ള ജനലിൽ കെട്ടി തൂക്കാം. തുണിയുടെ വലുപ്പത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും നമുക്ക് കെട്ടിവെക്കാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ കിച്ചണിൽ പഴങ്ങളൊക്കെ വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഈച്ച, പാറ്റ, അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രാണികള് ഇവയൊക്കെ ജനലിനുള്ളിലൂടെ വരുന്നതൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് പറ്റും. നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ്. ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ടിപ്പ് എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ടിപ്പാണ്. നമ്മളിൽ ഒട്ടുമിക്ക വീടുകളിലും ഉള്ളതാണ് ഈ ഒരു പനിക്കൂർക്ക. ഈ ഒരു ഇല ഇതുപോലെ ഒന്ന് ഞെരടി നമ്മൾ കിച്ചൺ സിങ്കിലും ഗ്യാസ് സ്റ്റോപ്പിലും അല്ലെങ്കിൽ പാറ്റ സ്ഥിരമായി വരാറുള്ള സ്ഥലങ്ങളിലുമൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പാറ്റയുടെ ശല്യം നല്ലതുപോലെ ഒഴിവായി കിട്ടും. പനിക്കൂർക്കയുടെ സ്മെല്ല് വല്ലാത്തൊരു സ്മെല്ല് തന്നെയാണ്. പല്ലിക്കും പാറ്റക്കും ഒന്നും ഇതിൻ്റെ സ്മെല്ലൊന്നും പിടിക്കുകയില്ല. 2-3 ദിവസത്തിനൊക്കെ പല്ലി, പാറ്റയുടെ ശല്യം നല്ലതുപോലെ ഒഴിവായി കിട്ടും. അടുത്ത ടിപ്പിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് പതഞ്ഞ് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഡെറ്റോളും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി
നമുക്ക് ബേ ലീഫ് എടുത്ത് ഇതുപോലെ പിച്ചി ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പനിക്കൂർക്കയുടെ ഇലയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടി വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി നമുക്ക് ഈ ഒരു മിക്സ് 1-2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ ഇതിന് നല്ലൊരു സ്മെല്ല് തന്നെയാണ് ഉള്ളത്. ഇതിന് നല്ലൊരു നിറവും നല്ലൊരു സ്മെല്ലും തന്നെയുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഒരു പാത്രത്തിലേക്ക് അരിപ്പ വെച്ച് അരിച്ചൊഴിക്കാം. ഇനി ഇത് നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലേക്കോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ബോട്ടിലേക്കോ ഒഴിക്കാം. ഇനി ഈ ഒരു മിക്സ് വെച്ച് നമുക്ക് പല്ലി, പാറ്റ എന്നിവ വരുന്ന സ്ഥലത്തൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഈ ഒരു മിക്സ് നമുക്ക് കിച്ചൺ സിങ്കിലും രാത്രി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ടേബിളിൽ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം. ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഗ്ലാസിൻ്റെ ടേബിളൊക്കെ നന്നായിട്ട് വെട്ടിത്തിളങ്ങും. അതുപോലെ തന്നെ ആ ഒരു സ്മെല്ലൊക്കെ മാറിക്കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഈ ടിപ്സൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നല്ലൊരു റിസൾട്ട് തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.